വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. കോട്ടയം വൈക്കം തലയാഴത്ത് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലയാഴം സ്വദേശി പുളിക്കാശ്ശേരിയിൽ ചെല്ലപ്പനാണ് മരിച്ചത്. കർഷകനായ ചെല്ലപ്പൻ ഇടയാഴത്ത് കാർഷിക നഴ്സറി നടത്തുന്നയാളാണ്. CPI ഓഫീസിന് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. CPIയുടെ സജീവ പ്രവർത്തകനായിരുന്ന ചെല്ലപ്പൻ നാളുകളായി പാർട്ടിയുമായും കുടുംബവുമായും അകന്നു നിൽക്കുകയായിരുന്നു. നഴ്സറിയിൽ തനിച്ചായിരുന്നു താമസം. CPI ജില്ലാ നേതാക്കൾ ഉപജീവന മാർഗം നശിപ്പിച്ചുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചെല്ലപ്പൻ ആരോപിച്ചിരുന്നു. ഈ CPIക്കാർ എന്നെ ദാരുണമായി ഇല്ലാതാക്കാൻ പല ഘട്ടങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി ശ്രീ പ്രസാദിനെ കാണുന്നതിന് വേണ്ടി പല പ്രാവശ്യം വികലാംഗനായ ഞാൻ 1 രൂപയ്ക്ക് എത്ര ലക്ഷം തൈ വേണേലും ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ എത്തിയിരുന്നത്. ഒരിക്കൽ പോലും അതിന് പച്ചക്കൊടി അവർ കാണിച്ചിരുന്നില്ല. മരിക്കുന്നതിന് മുൻപ് ചെല്ലപ്പൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. കോട്ടയം വൈക്കത്ത് തലയാഴത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. LDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തലയാഴം സ്വദേശിയായിട്ടുള്ള പുളിക്കാശ്ശേരിയിൽ ചെല്ലപ്പനാണ് മരിച്ചിരിക്കുന്നത്. കർഷകനായ ചെല്ലപ്പൻ ഇടയാഴത്ത് കാർഷിക നഴ്സറി നടത്തുന്നയാളാണ്. ഒരു കർഷകനാണ് ഇയാൾ. CPI ഓഫീസിന് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇന്ന് രാവിലെയാണ് ചെല്ലപ്പന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. CPIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നാളുകളായി പാർട്ടിയുമായും കുടുംബവുമായും ഒക്കെ അകന്നായിരുന്നു ഈ ഒരു ചെല്ലപ്പന്റെ ഒരു താമസമൊക്കെ. നഴ്സറിയിൽ തനിച്ചായിരുന്നു താമസവും. CPI ജില്ലാ നേതാക്കൾ ഉപജീവന മാർഗം നശിപ്പിച്ചു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ ചെല്ലപ്പൻ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഒരു കർഷകനാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്. LDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. LDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കർഷകനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തലയാഴം സ്വദേശി പുളിക്കശ്ശേരിയിൽ ചെല്ലപ്പനാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും കർഷകനാണ് ചെല്ലപ്പൻ. ഇത്തരത്തിൽ നഴ്സറി നടത്തുന്ന ഒരാളാണ്. CPIയുടെ ഓഫീസിന് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇന്ന് രാവിലെയാണ് ചെല്ലപ്പന്റെ മൃതദേഹമൊക്കെ കണ്ടെത്തിയത്. എന്തായാലും CPIയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത എത്തുന്നത്. ഇത്തരത്തിൽ LDFന്റെ ഈ ഒരു കമ്മിറ്റി ഓഫീസിലാണ് ഈ ഒരു കർഷകൻ തൂങ്ങി മരിച്ചിരിക്കുന്നത്. എന്തായാലും CPI ജില്ലാ നേതാക്കൾ തന്റെ ഉപജീവന മാർഗം നശിപ്പിച്ചു എന്നാണ് മരണത്തിന് മുൻപ് ചെല്ലപ്പൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിട്ടുള്ളത്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കുന്നതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ബെഞ്ചിന് എഴുതി നൽകിയ വാദത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി തെറ്റാണ്. ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതിനാലാണ് വിലക്കെന്ന് കേന്ദ്രം എഴുതി നൽകിയ വാദത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവതീ പ്രവേശന വിലക്ക്. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഈ ആചാരം പാലിക്കുന്നുണ്ട്. 1-2 പേർക്ക് വേണ്ടി ഈ ആചാരത്തിൽ കോടതി ഇടപെടാൻ പാടില്ല. യുവതീ പ്രവേശനം അനുവദിച്ചാൽ ശബരിമലയിലെ ആരാധനാ സ്വഭാവം മാറും. ശബരിമല യുവതീ പ്രവേശന വിലക്ക് ഏകപക്ഷീയമല്ല. ആരാധനാമൂർത്തിയുടെ സ്വത്വവും വ്യക്തിത്വവും പരിശോധിക്കാൻ കോടതികൾക്ക് അധികാരമില്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാദം സമർപ്പിച്ചിരുന്നു. അതിൽ ഇപ്പോൾ ഈ ഒരു യുവതീ പ്രവേശനത്തെ എതിർക്കുകയാണ് കേന്ദ്ര സർക്കാർ. പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനാ ബെഞ്ചിന് എഴുതി നൽകിയ ഒരു വാദത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു എതിർപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതിയുടെ വിധി തെറ്റാണെന്നാണ് കേന്ദ്രം പറയുന്നത്. ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്കെന്നുമാണ് കേന്ദ്രം എഴുതി നൽകിയ വാദത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഈ ഒരു യുവതീ പ്രവേശന വിലക്ക്. ഈ ഒരു ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്.
പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഈ ഒരു ആചാരം ഇത്ര വർഷങ്ങളായി പാലിക്കുന്നുമുണ്ട്. ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി ഈ ഒരു ആചാരത്തിൽ കോടതി ഇടപെടാൻ പാടില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. യുവതി പ്രവേശനം അനുവദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ ആരാധനാ സ്വഭാവം മാറുമെന്നും ശബരിമല യുവതി പ്രവേശന വിലക്ക് ഏകപക്ഷീയമല്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആരാധനാമൂർത്തിയുടെ സ്വത്വവും വ്യക്തിത്വവും ഒക്കെ പരിശോധിക്കാൻ കോടതികൾക്ക് അധികാരമില്ല എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. സുപ്രീം കോടതിയിലാണ് കേന്ദ്രം ഇത്തരത്തിലൊരു എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. ശബരിമല യുവതി പ്രവേശനം അനുവദിക്കുന്നതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്.